മഹാകുംഭമേളയിൽ അപകടം നടന്ന സ്ഥലം ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും സന്ദർശിക്കുന്നു. സംഭവത്തിൽ 3-അംഗ ജുഡീഷ്യൽ കമ്മീഷനും അന്വേഷണം നടത്തും. 30 പേരാണ് അപകടത്തിൽ മരിച്ചത്. അതേസമയം ഇന്നലെ മാത്രം 7.25 കോടി തീർത്ഥാടകരാണ് പ്രയാഗ്രാജിലേക്ക് എത്തിയത്. വിവരങ്ങളുമായി എം നിഖിൽ കുമാർ ഒപ്പം ചേരുന്നു. നിഖിൽ കുമാർ, എന്താണ് പുതിയ വിവരങ്ങൾ? കൃഷ്ണരാജ്, ഉത്തർപ്രദേശിലെ DGP പ്രശാന്ത് കുമാറും ചീഫ് സെക്രട്ടറി മനോജ് കുമാർ സിംഗ് പ്രയാഗ്രാജിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതായത് ഇന്നലെ നടന്ന ഈ ഒരു അപകടം, അതായത് ഈ ഒരു കുംഭമേളയ്ക്കിടെയുണ്ടായ ഈ ഒരു അപകടത്തിൽ 30 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തെ തുടർന്ന് ഇന്നലെ തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ ഒരു സംഭവ സ്ഥലം ഉടൻ തന്നെ DGPയും ചീഫ് സെക്രട്ടറിയും സന്ദർശിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇരുവരും ഇവിടെ പ്രയാഗ്രാജിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ അല്പസമയത്തിനുള്ളിൽ സംഭവ സ്ഥലത്ത് എത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇരുവരും എന്തായാലും ഈ ഒരു പ്രയാഗ്രാജിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിനോട് ചേർത്ത് വയ്ക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 3-അംഗ ജുഡീഷ്യൽ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന 30 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഈ ഒരു അപകടത്തിൽ 3-അംഗ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം നടത്തുന്ന ഇക്കാര്യവും UP മുഖ്യമന്ത്രി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നലെ പ്രഖ്യാപിച്ചതാണ്. എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചീഫ് സെക്രട്ടറിയുടെയും DGPയുടെയും സന്ദർശനത്തിന്റെ മറ്റൊരു ലക്ഷ്യം ഇന്നലെ അപകടം വിലയിരുത്തുക എന്നതിനുപരി തന്നെ 3-ാം തീയതി 3ാമത്തെ ഷാഹിസ്താൻ നടക്കുന്നുണ്ട്. അതായത് പ്രധാന ഷാഹിസ്താൻ 3ാം തീയതി നടക്കുന്നുണ്ട്. 3ാമത്തെ ഷാഹിസ്താൻ 3ാം തീയതിയാണ് നടക്കുക. അതിന്റെ ഒരു മുൻകരുതൽ, അതുമായി ബന്ധപ്പെട്ട സുരക്ഷ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടി വിലയിരുത്തണം. അതിനുവേണ്ടി കൂടിയാണ് എന്തായാലും ഈ ചീഫ് സെക്രട്ടറിയും ഒപ്പം തന്നെ പോലീസ് മേധാവിയും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ സുരക്ഷ ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്ന തീർത്ഥാടകരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ കൂടുതൽ തീർത്ഥാടകർ എത്തിയാൽ അവർക്ക് വേണ്ട നിയന്ത്രണങ്ങൾ അടക്കം ഇപ്പോൾ ഇവിടെ എന്തായാലും ഘടിപ്പിച്ചിട്ടുണ്ട്. കാരണം പല പാലങ്ങളും പല പാലങ്ങളടക്കമുള്ളവ ബ്ലോക്ക് ചെയ്തുകൊണ്ട് തീർത്ഥാടകരെ പല രീതിയിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് തിരക്ക് നിയന്ത്രിക്കുന്ന ഒരു രീതിയുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു കുംഭമേള നടക്കുന്ന നഗരി പൂർണ്ണമായും വെഹിക്കിൾ ഫ്രീ സോണായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുവരെ അനുവദിച്ച മുഴുവൻ പാസുകളും റദ്ദാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ ഒരു തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി മീഡിയക്ക് അടക്കമുള്ള പാസുകൾ, സ്പെഷ്യൽ പാസുകളെല്ലാം റദ്ദാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. മുഴുവൻ പാസുകളും, വാഹനങ്ങൾക്ക് നൽകിയ മുഴുവൻ പാസുകളും റദ്ദാക്കിക്കൊണ്ട് ഇതിനുള്ളിലേക്ക് ഈ ഒരു കുംഭമേള നടക്കുന്ന നഗരി പൂർണ്ണമായും വെഹിക്കിൾ ഫ്രീ സോണാക്കിയിട്ടുണ്ട്. കൃഷ്ണരാജ്, ഇന്ന് തിരക്ക് എങ്ങനെയാണ്? ഇന്നലെ വലിയ തിരക്കായിരുന്നല്ലോ. കൃഷ്ണ, ഇന്ന് രാവിലെ മുതൽ തന്നെ തീർത്ഥാടകരുടെ ഒരു തിരക്കുണ്ട്. കാരണം ഇന്ന് എത്തിയ പലർക്കും ഇവിടേക്ക് ഈ ഒരു അപകട വാർത്ത അതൊക്കെ തുടർന്ന് പലരും ഇവിടേക്ക് എത്താതെ റെയിൽവേ സ്റ്റേഷനിലും ഒപ്പം തന്നെ ഇതിന് പുറത്ത് ഈ ഒരു കുംഭമേള നഗരിക്ക് പുറത്തൊക്കെ വെയിറ്റ് ചെയ്ത കുറെ ആളുകളുണ്ട്. അവരൊക്കെ തന്നെ രാവിലെ എത്തിയിരുന്നു. ഒപ്പം തന്നെ ഇന്ന് രാവിലെ മുതൽ തിരക്ക് ഉണ്ട്. പക്ഷേ കൃത്യമായി അത് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രണാതീതമാണ്. പക്ഷേ തിരക്ക് പോലീസിന്റെ കൃത്യമായ നിയന്ത്രണത്തിൽ തന്നെയാണ് തിരക്കുള്ളത്. പക്ഷേ തീർത്ഥാടകർ വലിയ നിര തന്നെ ഇവിടേക്ക് എന്തായാലും എത്തുന്നുണ്ട്. ഇതുവരെയുള്ള കണക്കുകൾ ലഭ്യമായിട്ടില്ല. എന്തായാലും ഇന്നലത്തെ തിരക്ക് അത് അപേക്ഷിച്ച് ഇന്ന് വളരെ കുറവാണ്. ഇന്നും നാളെയും തിരക്ക് കുറയും എന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തലുള്ളത്. കാരണം ഷാഹിസ്താൻ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയും തിരക്ക് കുറയാനാണ് സാധ്യത. ഇനി മഹാകുംഭമേളയിൽ അപകടം നടന്ന സ്ഥലം ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറിയും DGPയും സന്ദർശിക്കുകയാണ്. ഇന്ന് പൊതുവെ തിരക്ക് കുറവാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു എം നിഖിൽ കുമാർ.